ആറ്റിങ്ങലിൽ ഇക്കുറി 18ാമത് ലോക്സഭയിലേക്ക് ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് വി ജോയി ചുറ്റിക്കാരുവാൾ നക്ഷത്രം അടയാളത്തിൽ അദ്ദേഹത്തിനെ വിജയിപ്പിക്കണമെന്നതാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. എല്ലാം ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, ജനങ്ങളാണ് പരമാധികാരികൾ. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചും ജനങ്ങളാണ് ഈ രാഷ്ട്രത്തിൻ്റെ വിധാതാക്കൾ. ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാകുന്നതിന് മുമ്പുള്ള ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം തന്നെയുണ്ട്. 1952 മുതലുള്ള ഒന്നാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ചരിത്രം നോക്കിയാൽ അതിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഈ മണ്ഡലം നൽകിയിട്ടുള്ള വലിയ അംഗീകാരവും ആദരവുമെല്ലാം ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് പാർലമെൻറ്റിലേക്ക് നാം തിരഞ്ഞെടുത്തിട്ടുള്ള അത്തരത്തിലുള്ള പാർലമെൻറ്റേറിയന്മാരുടെ പ്രവർത്തനങ്ങളും അത് സംബന്ധിച്ചുള്ളത് എനിക്ക് മുമ്പ് വർക്കല രാധാകൃഷ്ണനായിരുന്നു, അഡ്വക്കേറ്റ് വർക്കല രാധാകൃഷ്ണനായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ആ വിധത്തിൽ സ്നേഹബഹുമാനങ്ങൾ ചാലിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർലമെൻറ്റേറിയന്മാരിൽ ഒരാൾ. പ്രത്യേകിച്ചും അദ്ദേഹം ഈ വിവരാവകാശ നിയമവും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ലോക്സഭയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഭേദഗതികൾ, അത്തരം കാര്യങ്ങൾ ഞാൻ വാദിക്കാനും ജയിക്കാനും അല്ല വന്നിട്ടുള്ളത്, ഞാൻ അറിയാനും അറിയിക്കാനുമാണ് ഈ സഭയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ലോക്സഭയിൽ വിളംബരം ചെയ്ത സഖാവ് വർക്കല. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് സഖാവ് സുശീല ഗോപാലൻ ഇന്ത്യയിലെ വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ധീരോദാത്തമായ പോരാട്ടങ്ങളിൽ വളരെ മുമ്പന്തിൽ നിന്നതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ പഴയ ഈ മധുര റേപ്പ് കേസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മഹാരാഷ്ട്രയിലെ ഒരു ആദിവാസി പെൺകുട്ടി അങ്ങനെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതുമായി പിന്നീട് തുടർന്നുള്ള നിയമയുദ്ധവും സുപ്രീം കോടതി വാസ്തവത്തിൽ അതിലൊരു നിയമ സംരക്ഷണം ആ വിധത്തിൽ നീതി പുലർത്തിയില്ല എന്ന ഒരു തോന്നൽ അത് നാട്ടിൽ അത്തരത്തിൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയതാണ്. പാർലമെൻറ്റ് സ്തംഭിച്ചു, ഒരാഴ്ചക്കാലം പാർലമെൻറ്റ് സ്തംഭിച്ചു. സുശീല ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പോരാട്ടമുണ്ട് അക്കാലത്ത്. അത് മാത്രമല്ല, ഞാൻ മുമ്പ് ഇപ്പോൾ ദീപയുടെ നേതാവ്, ഞാൻ ബഷീർക്ക എന്ന് മാത്രം വിളിച്ച് ശീലിച്ചിട്ടുള്ള ആളാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്നു, അദ്ദേഹം പരാജയപ്പെട്ടു, ഞാൻ വിജയിച്ചു. അതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് യാതൊരു കുറവുമില്ല. ശ്രീ തലേക്കുന്നിൽ ബഷീർ അദ്ദേഹം യാസർ അറാഫത്തിന് കൈകൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഈ ഹസ്തദാനം ചെയ്യുന്ന ഒരു അപൂർവമായ ഒരു ചിത്രം തന്നെയുണ്ട്. അന്നത്തെ ആ ഇന്ത്യയുടെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യം തന്നെയാണത്. സഖാവ് കെ അനിരുദ്ധൻ ഇവിടെ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ആർ ശങ്കറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അങ്ങനെ നിരവധി പാർലമെൻറ്റേറിയന്മാരെ സംഭാവന ചെയ്തിട്ടുള്ളൊരു പാർലമെൻറ്റ് മണ്ഡലമാണ്. നാടിൻ്റെ വിഷയങ്ങളും ജനങ്ങളുടെ വിഷയങ്ങളും ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ അങ്ങനെ ഉന്നയിക്കാനായി കഴിഞ്ഞിട്ടുള്ള പാർലമെൻറ്റ് അംഗങ്ങളെ സംഭാവന ചെയ്ത മതമൈത്രിയുടെ നാടായിട്ടുള്ളൊരു ഒരു പാർലമെൻറ്റ് മണ്ഡലം. ഞാൻ അത് പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 3 പേരും ഒരു കാര്യത്തിൽ യോജിക്കും. പ്രത്യേകിച്ചും ഈ ആറ്റിങ്ങലിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ 3 പേരും നിങ്ങളും എല്ലാം യോജിക്കുന്നത്, ഇന്ത്യയിൽ ആദ്യമായി ഒരു സാമ്രാജ്യത്വ വിരുദ്ധ ജനകീയ കലാപം നടന്ന മണ്ണാണ് ആറ്റിങ്ങൽ എന്നത്. 1721 വിഷുദിനത്തിൽ പൊട്ടിപ്പുറപ്പെട്ട് മാസങ്ങളോളം നീണ്ടുനിന്ന അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു വലിയ കലാപം, അതാണ് ഇന്ത്യയിൽ ആദ്യത്തെ ജനകീയ കലാപം, ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരായി. അങ്ങനെയുള്ള ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ഇവിടെ അഡ്വക്കേറ്റ് വി ജോയി ചുറ്റിക്കാരുവാൾ നക്ഷത്രം. എൻ്റെ അഭ്യർത്ഥന ഇത് തന്നെയാണ്.